പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹി തദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനം ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുത് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിത്തഭുഗ് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനയേവ ആനന്ദമയോ ഹ്യാനന്ദഭുഗ് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷാന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അധിമാത്രം പാദ മാത്ര മാത്രാശ്ച പാദ അകാരമുകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര തേരാദിമത്വാദ്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാന തൈജസോകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദുഭയത്വാദ്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാന പ്രാജ്ഞോമകാര തൃതീയാ മാത്രാമിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്ര ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോ വശം ശിവോ അദ്വൈത ഏവം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ.
ദ്വൈതപ്രകരണത്തിൽ 46-ാമത്തെ കാരിക. യഥാന ലീയത്തെ ചിത്തം നച വിക്ഷിപ്യത്തെ പുനഃ അനിങ്കനം അനാഭാസം നിഷ്പന്നം ബ്രഹ്മ തത്തദാ. യഥോക്തേന ഉപായേന നിഗൃഹീതം ചിത്തം യഥാ സുഷുപ്തേന ലീയതേ നിരപനാ വിശേഷ വിക്ഷിപ്യതേ അനിങ്കനം അചലം നിവാദ പ്രദീപകൽപ്പം അനാഭാസം ന കേനചിത് കൽപ്പിതേന വിഷയഭാവേന അവഭാസതേ ഇതി. യദേവം ലക്ഷണം ചിത്തം തഥാ നിഷ്പന്നം ബ്രഹ്മസ്വരൂപേണ നിഷ്പന്നം ചിത്തം ഭവതി. മുമ്പ് പറഞ്ഞ ധ്യാനാഭ്യാസം അതിന്റെ വിഘ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. പറഞ്ഞ രീതിയിൽ മനസ്സിനെ അന്തർമുഖമാക്കി തുര്യനിൽ ഉറപ്പിച്ചാൽ, സ്വസ്വരൂപത്തിൽ മനസ്സിനെ അഭിമുഖമാക്കിയാൽ നിഗ്രഹീതം, മനസ്സിന്റെ നിഗ്രഹം എന്ന് പറയുന്നതാണ്. മനസ്സ് ആത്മഭാവനയിൽ തന്നെ നിൽക്കുക, മനസ്സിൽ മറ്റ് വിഷയഭാവനകളൊന്നും വരാതിരിക്കുക, വിഷയസങ്കല്പങ്ങൾ വരാതിരിക്കുക. അങ്ങനെയിരിക്കുന്ന മനസ്സ് ചിത്തം യഥാ സുഷുപ്തേന ലീയതേ, ആ മനസ്സ് സുഷുപ്തിയിൽ ലയിക്കുന്നില്ല. അജപുനർവിശേഷ വിക്ഷിപ്യതേ, മനസ്സ് ധ്യാനിക്കുന്നവന്റെ പിടിവിട്ട് വിഷയരൂപങ്ങളെ പ്രാപിക്കുന്നുണ്ട്. വിഷയഗ്രഹണവും മനസ്സിലില്ലാതിരിക്കുന്നു. മനസ്സ് ആത്മാകാരമായി നിൽക്കുന്നു എന്ന് പറയും, ആത്മഭാവനയിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെയുള്ള ആ മനസ്സ് അനിങ്കനം അചലം നിവാദ പ്രദീപകൽപ്പം, കാറ്റില്ലാത്ത സ്ഥലത്തിരിക്കുന്ന ദീപത്തെ പോലെ അനിങ്കനമായിരിക്കുന്നു, ചലിക്കാതിരിക്കുന്നു. മനസ്സിന്റെ ഒരു ചലനം എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമം. അത് ഏത് തരത്തിലുമാകാം, അത് പരിണമിച്ച് ലയിച്ചു പോകാം. സുഷുപ്തിയായി പരിണമിച്ച് നാനാ വിഷയങ്ങളെ പ്രകാശിപ്പിക്കാം. ജാഗ്രതായി അല്ലെങ്കിൽ സ്വപ്നമായി. അപ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നുള്ള മനസ്സിന്റെ പരിണാമങ്ങളൊന്നും കൂടാതെ നിവാദ പ്രദീപകൽപ്പം, നിശ്ചലമായ ദീപത്തെ പോലെ, കേവലം ജ്ഞാനപ്രകാശരൂപത്തിൽ ദീപം പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദീപം ഇല്ലാതാകുന്നില്ല. അതുപോലെ ആത്മപ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നില്ല. മനസ്സും വിഷയമയമായിരിക്കുന്ന മനസ്സ് അത് ജ്ഞാനമയമായിത്തീരുന്നു, ആത്മപ്രകാശത്തിൽ നിൽക്കുന്നു. മനസ്സവിടെ ഒരു തരത്തിൽ ആത്മാവിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് മനസ്സവിടെ നശിക്കുന്നില്ല എന്ന് പറയുന്നു. മനസ്സ് നശിക്കുന്നു എന്നും പറയാം. വിഷയരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന മനസ്സവിടെ നിൽക്കുന്നില്ല, അതുകൊണ്ട് മനസ്സ് നശിക്കുന്നു എന്നും പറയാം. മനസ്സുണ്ടെന്നോ ഇല്ലെന്നോ പറയാം. രണ്ടായാലും എന്താണ്, അവിടെ മനസ്സ് തുര്യനിൽ നിന്ന് അന്യമായി നിൽക്കുന്നില്ല. കാരണം ഇവിടെ പരമാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണോ, തുര്യനും മനസ്സും അങ്ങനെ രണ്ടില്ല, ഒന്ന് തന്നെ. അതേ തുര്യന്റെ അസ്പന്ദമായ അവസ്ഥ, അതാണ് ഇവിടെ പറയുന്ന സമാധി. തുര്യന്റെ സ്പന്ദനം അത് മനസ്സ്, ഇത് അസ്പന്ദമായ അവസ്ഥയിലിരിക്കുന്നു. പ്രകാശം കേവല പ്രകാശമായി മാത്രം നിൽക്കുന്നു. അനാഭാസം ന കേനചിത് കൽപ്പിതേന വിഷയഭാവേന അവഭാസതേ. അനാഭാസം, കൽപ്പിതമായ ഈ തുര്യന്റെ സ്പന്ദനം കൊണ്ടുവരുന്ന ഏതെങ്കിലും വിഷയഭാവത്തിൽ, ഏതെങ്കിലും വിഷയാകാരത്തിൽ അത് പ്രകാശിക്കുന്നില്ല. ഞാനെന്നോ അല്ലെങ്കിൽ എന്റേതെന്നോ
അതിനെ തുടർന്ന് വരുന്ന ഏതെങ്കിലും ഒരു പ്രപഞ്ച സങ്കല്പത്തോടു കൂടിയതാകുന്നില്ല മനസ്സ്. ഭൗതികമോ ലൗകികമോ ആത്മീയമോ ആയ ഒരു സങ്കല്പവും മനസ്സിൽ നിലനിൽക്കുന്നില്ല. അതാണ് അനാഭാസം. പ്രപഞ്ചാനുഭവത്തിൽ മനസ്സ് നാനാരൂപത്തിൽ ഭാസിക്കുന്നു. ഇവിടെ ആത്മാനുഭവത്തിൽ മനസ്സ് ആത്മാകാരമായി തന്നെ ഭാസിക്കുന്നു. യഥേവം ലക്ഷണം ചിത്തം, ഇത്തരത്തിലുള്ള ചിത്തം യഥാ നിഷ്പന്നം, ചിത്തം ഇത്തരത്തിലായിത്തീരുമ്പോൾ ഒരു പ്രകാശത്തിനോട് ഒരു ദീപത്തിനോട് മറ്റൊരു ദീപം ചേരുന്നത് പോലെ കൂടിച്ചേരുന്ന ആ ദീപത്തെ വേർതിരിക്കാൻ കഴിയാതെ അത് മുഖ്യ ദീപമായി തന്നെ നിൽക്കുന്നത് പോലെ മനസ്സ് ബ്രഹ്മസ്വരൂപേണ നിഷ്പന്നം ചിത്തം ഭവതി. അപ്പോൾ മനസ്സിനെ മനസ്സെന്നൊരു പേരിട്ട് വിളിക്കാൻ വയ്യാതെ അത് ആത്മസ്വരൂപമായി തന്നെ പ്രകാശിക്കുന്നു. അതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. മറ്റവസ്ഥകളിൽ മനസ്സായി തന്നെ നിൽക്കുന്നു, മനസ്സായി നിന്നുകൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. ഇവിടെ മനസ്സ് ആത്മാവായി തന്നെ നിൽക്കുന്നു, ബ്രഹ്മമായി തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് മനസ്സിന് ബ്രഹ്മത്തെ വിട്ട് വിഷയങ്ങളെ ഗ്രഹിക്കുക എന്നൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു മനസ്സ് ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇനി വരുന്ന അടുത്ത പ്രകടനത്തിൽ പലയിടത്തും ബ്രഹ്മം തുര്യൻ എന്നെല്ലാം പറയുന്നതിന് പകരം ചിത്തം എന്നുള്ള ശബ്ദം തന്നെ ഉപയോഗിക്കും. കാരണം പരമാർത്ഥത്തിൽ ഈ ചിത്തം ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു വസ്തുവല്ല. അത് ആ തുര്യൻ തന്നെയാണ്. അവൻ തുര്യനായി തന്നെ നിൽക്കുന്നു. നിഷ്പന്നം ചിത്തം ഭവതി. അതാണ് അദ്വൈതം. തുര്യൻ ചിത്തം എന്നുള്ള രണ്ടവസ്ഥ അവിടെ ഇല്ലാതാകുന്നു. ഏകമായ ആത്മസ്വരൂപമായി തന്നെ നിൽക്കുന്നു. മനസ്സ് എപ്പോഴാണോ ആകാരത്തെ പ്രാപിക്കുന്നത് അപ്പോൾ മനസ്സല്ലാതായിത്തീരുന്നു. അത് ആത്മാവായി തന്നെ തീരുന്നു. എങ്ങനെയാണ് ഒരു ഇന്ധനത്തെ അഗ്നി പ്രാപിക്കുന്നത്? ഇന്ധനത്തെ അഗ്നി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇന്ധനമല്ലാതായിത്തീരുന്നു. അത് അഗ്നിയായി തന്നെ തീരുന്നു. അതുപോലെ ഇത് ജ്ഞാനപ്രകാശം കൊണ്ട് മനസ്സാകുന്ന ഇന്ധനം പ്രകാശിക്കുമ്പോൾ പിന്നെ മനസ്സെന്ന് പറയുന്ന ഒന്നായി നിൽക്കുന്നില്ല. അത് കേവലം ജ്ഞാനമായി തന്നെ നിൽക്കുന്നു. ഇന്ധനത്തിൽ അഗ്നി സംയോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇന്ധനമായി നിൽക്കാൻ കഴിയുന്നില്ല. അത് നിൽക്കുന്നത് കേവലം അഗ്നിയായിട്ടായിരിക്കും. ഇവിടെ രണ്ടായി വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെ ഇവിടെ കേവലം ആത്മസ്വരൂപമായി തന്നെ മനസ്സ് നിൽക്കുന്നു. ദ്വൈതം നശിക്കുന്നു. ചിത്തം തന്നെ ബ്രഹ്മമായി തീരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യഥാന വീയത്തെ ചിത്തം നചവേക്ഷിപ്യത്തെ പുനഃ അനിംഗനം അനാഭാസം നിഷ്പന്നം ബ്രഹ്മ തത്തദാ സ്വസ്ഥം ശാന്തം സനിർവാണം അഹത്യം സുഖം ഉത്തമം അജം അജേന ജ്ഞേയേന സർവജ്ഞം പരിചക്ഷതേ. യഥോക്തം പരമാർത്ഥ സുഖം ആത്മസത്യാനുബോധലക്ഷണം സ്വസ്ഥം സ്വാത്മനിസ്ഥിതം. ധ്യാതാവ് ആത്മഭാവന ചെയ്യുന്നവൻ അവന്റെ അവസ്ഥ എന്തായിത്തീരുന്നു എന്ന് പറയുന്നു. പരമാർത്ഥ സുഖം, അവൻ പരമാർത്ഥ സുഖസ്വരൂപം തന്നെയായിരിക്കുന്നു. ആനന്ദ രൂപിയായിരിക്കുന്നു. ആത്മസത്യാനുബോധ ലക്ഷണം, അവൻ ആത്മസത്യബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വസ്ഥം സ്വാത്മനിശ്ചിതം, അവൻ തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അവൻ തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സ് സദാ ബഹിർമുഖമായി വിഷയസ്ഥിതമായിരിക്കുന്നു. മനസ്സ് വിഷയത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ
മനസ്സ് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ മനസ്സിന്റെ ഉടമയായിരിക്കുന്ന ജീവനും വിഷയസ്ഥിതനാണ്, വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആ വിഷയങ്ങളുടെ അനുകൂല പ്രതികൂലങ്ങൾക്കനുസരിച്ച് അവൻ സുഖിയായും ദുഃഖിയായും തീരുന്നു. ഇവിടെ സമാധിയിൽ അങ്ങനെയല്ല, അവൻ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അവിടെ വിഷയങ്ങളില്ല, വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരു മനസ്സില്ല, ആ മനസ്സിന്റെ ഉടമയായ ജീവഭാവമില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ട് അവൻ സ്വസ്വരൂപ പ്രതിഷ്ഠിതനായിത്തീരുന്നു. സ്വാത്മനിസ്ഥിതം ശാന്തം സർവാനർത്ഥ ഉപശമരൂപം. അവന്റെ അവസ്ഥ എന്താണ്? ശാന്തമാണ്. സർവാനർത്ഥങ്ങളും അവിടെ ഉപശമിച്ചിരിക്കുന്നു. ജന്മം, ജീവിതം, മരണം, ഈ രൂപത്തിലുള്ള സംസാരം, അതാണ് അനർത്ഥം. ആ സംസാരത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ ദ്വന്ദ്വഭാവങ്ങളും, ജയപരാജയങ്ങൾ, ലാഭനഷ്ടങ്ങൾ തുടങ്ങിയ എല്ലാ ദ്വന്ദ്വഭാവങ്ങളും, സുഖദുഃഖങ്ങൾ ഉൾപ്പെടെയുള്ള മാനാപമാനങ്ങൾ ഉൾപ്പെടെയുള്ള സർവവും അവിടെ ഉപശമിച്ചിരിക്കുന്നു. ആ ഉപശമം കൊണ്ടാണ് അവന് ശാന്തി അനുഭവിക്കാൻ കഴിയുന്നത്. അവൻ ശാന്തി സ്വരൂപനായി തന്നെ നിൽക്കുന്നു എന്നുള്ളത്. സനിർവാണം, അവിടെയാണ് അവൻ മുക്തിയെ പ്രാപിച്ചിരിക്കുന്നത്. നിർവാണത്തോടുകൂടിയിരിക്കുന്നു അവൻ. നിർവൃത്തി, നിർവാണം, കൈവല്യം, സഹനിർവാണേന വർത്തതേ. അവൻ കൈവല്യ പദത്തെ പ്രാപിച്ചിരിക്കുന്നു, മോക്ഷപദത്തെ പ്രാപിച്ചിരിക്കുന്നു. മോക്ഷം, മുക്തമായിരിക്കുന്ന അവസ്ഥ. വാസ്തവത്തിൽ അവൻ എന്തിൽ നിന്നാണ് മുക്തമായിരിക്കുന്നത്? ഈ മനസ്സിൽ നിന്നാണ്. ഈ മനസ്സ് അവന് കൽപ്പിച്ചു കൊടുത്ത ജീവഭാവത്തിൽ നിന്നും, മനസ്സ് തന്നെ അവന് കൊടുത്തിരിക്കുന്ന സംസാരത്തിൽ നിന്നും, ആ സംസാരത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ ദ്വന്ദ്വങ്ങളിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു. അതാണ് നിർവാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അവസ്ഥയിൽ അവൻ പ്രാപിച്ചിരിക്കുന്നു. തച്ച അകഥ്യം ന ശക്യതേ കഥയിതും. ഇവിടെ ശാന്തം, സ്വസ്ഥം തുടങ്ങിയ വാക്കുകളെ കൊണ്ട് അതിനെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും പറയുന്നു, ഈ വാക്കുകളൊന്നും ബോധിപ്പിക്കുന്നതല്ല അതിന്റെ പരമാർത്ഥ സ്ഥിതി. കാരണം ഈ വാക്കുകൾക്കൊന്നും ആ സത്യത്തെ, ആ അവസ്ഥയെ ബോധിപ്പിക്കുന്നതിന് ശേഷിയില്ല. ആണ് അകത്യം എന്ന ശക്തിയെ കഥയിതും. എന്നാലും വാക്കുകൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെ ശ്രമിക്കുന്നു? വാക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കാമെന്നുള്ള ശാന്തിയുടെയും സ്വസ്ഥതയുടെയും നിർവ്വാണത്തിന്റെയും എല്ലാം അങ്ങേയറ്റം എന്നിങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് പലതവണ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണോ ഈ ആത്മതത്വത്തെ, ഈ പരമമായ ആത്മനിഷ്ഠയെ വാക്ക് അതിന്റെ ശക്തിയിലൂടെ പ്രകാശിപ്പിക്കുന്നില്ല, മറിച്ച് വാക്ക് അതിന്റെ ലക്ഷ്യമായി പ്രകാശിപ്പിക്കുന്നു. വാക്കിലൂടെ കടന്നു ചെന്ന് അതിനെ ഗ്രഹിക്കണമെങ്കിൽ പിന്നെ വാക്കിനെ ഉപേക്ഷിക്കണം. വാക്കിലൂടെ അതിനെ സമീപിച്ചിട്ട് വാക്കിനപ്പുറം പോകണം. എന്നാലേ അതിനെ ഗ്രഹിക്കാൻ പറ്റും. അത് കേവലം ഒരു ഗ്രഹണമല്ല, പരമാർത്ഥത്തിൽ അത് അനുഭവസ്വരൂപമാണ്, അനുഭൂതിയാണ്. അതുകൊണ്ട് പറയുന്നു അവിടെ വാക്കില്ല, വാക്കിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, ഇങ്ങനെ ത്രിപുടി രൂപത്തിൽ നിന്നുകൊണ്ട് ഒന്നിനെ ഗ്രഹിക്കുമ്പോൾ മാത്രമേ അവിടെ വാക്കിന് പ്രവർത്തിക്കാൻ പറ്റൂ. ത്രിപുടിക്ക് അതീതമായുമുണ്ട് അനുഭവം. ത്രിപുടിക്ക് അതീതമായ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? അത് അനുഭവ സ്വരൂപമാണ്. അനുഭൂതി എന്ന് പറയുന്നത് അതിനെയാണ്, അനുഭൂതി സ്വരൂപമാണ്. അവിടെ വാക്കിനെത്താൻ കഴിയത്തില്ല. എന്നാൽ വാക്കതിനെ ലക്ഷീകരിക്കാൻ ശ്രമിക്കുന്നു. അതിങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ഇങ്ങനെ ആകാം എന്നിങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പറയുന്നു എന്താണ്? അകഥ്യം ന ശക്യതേ കഥയിതും. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതാണെങ്കിൽ എന്തിനു വീണ്ടും വാക്കുകൾ അതിനുവേണ്ടി പ്രയോഗിക്കുന്നു? പറയുന്നു മറ്റ് പോംവഴിയില്ലാത്തതുകൊണ്ട്. എന്തായാലും ആചാര്യന് ശ്രുതിക്ക് ഇതിനെ ബോധിപ്പിച്ചേ മതിയാവും.
വാക്ക് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും അതിന്റെ താല്പര്യം വാക്കിനെ വെളിപ്പെടുത്തുന്നു എന്നല്ല, മറിച്ച് വാക്കിനെ വെളിപ്പെടുത്തുന്നില്ല എന്ന് തന്നെ. അത്യന്ത അസാധാരണ വിഷയത്വ, ഇത് അത്യന്ത അസാധാരണമായൊരു വിഷയമാണ്. എന്നുവെച്ചാൽ അത്യന്ത അസാധാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അലൗകികമാണ്, അതീന്ദ്രിയമാണ്. അതാണ് അത്യന്ത അസാധാരണം. സാധാരണം എന്ന് പറയുമ്പോൾ ലൗകികമായ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാമെന്നുള്ള വിഷയങ്ങൾ, മനസ്സുകൊണ്ട് ചിന്തിക്കാമെന്നുള്ള വിഷയങ്ങളെല്ലാം സാധാരണമാണ്, ലൗകികമാണ്. ഇത് അങ്ങനെയല്ല. ഇത് വിഷയം അതീന്ദ്രിയമാണ്, അലൗകികമാണ്. അതിനെങ്ങനെ വാക്കിന് പ്രകാശിപ്പിക്കാൻ പറ്റും? സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു അത്യന്ത അസാധാരണമാണ്. കേവലം അനുഭൂതിയിൽ വിളങ്ങുന്ന ഒന്നിനെ ഈ ശബ്ദത്തിന് എങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? കഴിയത്തില്ല. മനസ്സിന് പോലും അത് അഗ്രാഹ്യമായിരിക്കുന്നു. മനസ്സില്ലാതെ എങ്ങനെ അനുഭൂതി ഉണ്ടാകും എന്ന് ചോദിച്ചു. അനുഭൂതിയെ ആശ്രയിച്ചാണ് മനസ്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ മനസ്സിന്റെ ആവശ്യമില്ല. അത് ഏതുപോലെ ഇന്ധനത്തെ ആശ്രയിച്ചാണ് പ്രകാശം നിലനിൽക്കുന്നത്. ഇന്ധനമില്ലെങ്കിൽ പിന്നെ ഏതാ പ്രകാശം? അതുപോലെ ഒരു പ്രകാശം മാത്രമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സ് ആശ്രയിച്ചിരിക്കുന്ന ഒരു ഇന്ധനമുണ്ട്, അത് നിത്യം പ്രകാശിക്കുന്നതാണ്. ഈ പ്രകാശത്തിന് ആധാരമായി വർത്തിക്കുന്ന നിത്യപ്രകാശമാണ്. ആ നിത്യപ്രകാശത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു അല്പപ്രകാശമാണ് ഈ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിന് ഇതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല, മറിച്ച് ഇത് മനസ്സിന്റെ മനസ്സാണ് എന്ന് പറയും. ആ പ്രകാശത്തിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് എന്ന് പറയുന്നു. അതിന് മനസ്സിലൂടെ അതിനെ അനുഭവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അത് അപരോക്ഷമാണ്, അത് അനുഭൂതിയാണ് എന്ന് പറയുന്നു. നമ്മുടെ സാധാരണ അനുഭൂതികളിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. നമ്മുടെ സാധാരണ അനുഭൂതികളിലെല്ലാം അനുഭൂതിയെ ജീവന് പകർന്നു കൊടുക്കുന്ന മനസ്സാണ്. ഇവിടെ മനസ്സിന് അനുഭൂതിയെ പകരുന്ന ഒന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സ് ഏതിലാണോ പ്രകാശിക്കുന്നതാണ്, മനസ്സിന്റെ മനസ്സാണ്, മനസ്സിന്റെ പ്രകാശമാണ്. അതാണ് പരമമായ അനുഭൂതി, കേവലമായ അനുഭൂതി, നിരുപാധികമായ അനുഭൂതിയാണ്. അതുകൊണ്ടാണ് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല, മറ്റൊരു മനസ്സിന്റെ ആവശ്യമില്ല, മറ്റൊരു മനസ്സിന് അതിന് കഴിയത്തുമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസാധാരണമാണ്, അലൗകികമാണ്. ലൗകിക ബുദ്ധികൾക്ക് ഈ ലൗകിക നിലയിലിരുന്നുകൊണ്ട് അതിന്റെ അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ആ അനുഭവത്തെ പ്രകാശിപ്പിക്കാൻ ആചാര്യന് സമർത്ഥനല്ല എന്ന് പറയുന്നു. സുഖം ഉത്തമം നിരതിശയം ഹി തദ് യോഗി പ്രത്യക്ഷമേവ പറയുന്നു. അത് ഉത്തമമായ സുഖമാണെന്ന് പറയാം. ഉത്തമമായ സുഖമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന സുഖങ്ങളിൽ നിന്നെല്ലാം അപ്പുറം, നമുക്ക് സങ്കല്പിക്കാവുന്ന സുഖങ്ങളിൽ നിന്നെല്ലാം അപ്പുറമാണ്. നമുക്ക് അനുഭവിച്ചിട്ട് നമ്മൾ സ്മരിക്കുന്ന സുഖങ്ങളിൽ നിന്നെല്ലാം അപ്പുറം. അതുകൊണ്ട് പറയുന്നത് നിരതിശയം. ആ സുഖത്തിന് നാശമില്ല, മാത്രവുമല്ല അതിന് ഏറ്റക്കുറച്ചിലില്ല. സാധാരണ സുഖങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട്. ചെറിയ സുഖം, വലിയ സുഖം എന്നിങ്ങനെ. ഈ സുഖത്തെ സംബന്ധിച്ച് നമ്മളൊരു വലിയ സുഖമൊന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വലിയ സുഖമെന്ന് പറയുമ്പോൾ അത് സാപേക്ഷികമാണ്. ഒരു ചെറിയ സുഖവുമായി തട്ടിച്ചിട്ട് നമ്മൾ പറയുന്നത് വലിയൊരാനന്ദമാണ്. അങ്ങനെ താരതമ്യത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒന്നുമല്ല. നിരുപാധികമായ ഒന്നിനെ താരതമ്യത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണ്ട. വലിയ സുഖമൊന്നും ഇതിനെ മനസ്സിലാക്കണ്ട. അതുകൊണ്ട് പറയുന്നു നിരതിശയമാണ്, അപരിച്ഛിന്നമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു പരിമിതി കൽപ്പിക്കാൻ സാധ്യമല്ല. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അതിനൊരു പരിമിതി കൽപ്പിക്കാനും സാധ്യമല്ല. അതിന് സുഖസ്വരൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ജ്ഞാനസ്വരൂപമായിരിക്കുന്നത്, അതാണ് സത്സ്വരൂപമായിരിക്കുന്നത്, അതാണ് സുഖസ്വരൂപമായിരിക്കുന്നതെന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്.
ആ സുഖസ്വരൂപമായിരിക്കുന്ന ഒന്നിനെ എന്തെങ്കിലും വിശേഷണം കൊണ്ട് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ ദ്വൈതമായ സർവ്വവസ്തുവിനെയും നമ്മൾ അറിയുന്നത് വിശേഷണങ്ങളിലൂടെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശേഷണങ്ങളിലൂടെ അറിയുന്ന എന്താണ്? വിശേഷമായ ബുദ്ധിയുള്ളവൻ, കറുത്തവൻ, വെളുത്തവൻ, രണ്ടു കാലുള്ളവൻ, ഇങ്ങനെ നന്മയുള്ളവൻ, തിന്മയുള്ളവൻ, വിശേഷണങ്ങളിലൂടെ ദ്വൈതത്തെ അറിയാൻ പറ്റും. വിശേഷണരഹിതമായാൽ പിന്നെ ദ്വൈതബോധമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് വിശേഷണരഹിതമായി അറിയാൻ പറ്റത്തില്ല. വിശേഷണ വിശേഷ്യഭാവത്തിനെ അറിയാൻ പറ്റും. നിരുദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വിശേഷണ വിശേഷ്യഭാവത്തെ അതിക്രമിച്ചിരിക്കുന്നത്, എന്നാൽ അറിവായി പ്രകാശിക്കുന്നത്. അത് ശൂന്യതയല്ല എന്നിനി പറയും, അന്ധതയല്ല എന്ന് പറയും. അതുകൊണ്ട് പറയുന്നു നിരതിശയമാണ് തദ് യോഗി പ്രത്യക്ഷമേവ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ അറിയുന്നില്ല? ഞാൻ അറിയാത്ത ഒരു കാര്യം സത്യമാണ്, പരമാർത്ഥമാണെന്നുള്ളതിന് എന്താ പ്രമാണം? പറയുന്നു, ഇത് രണ്ട് തട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അജ്ഞന്റെ ഒരു ലോകം, അജ്ഞന്റെ ഒരു തലം, അജ്ഞൻ നിൽക്കുന്ന ഒരു തട്ട്. അവിടെ ഇതിനെ വർണ്ണിച്ചിട്ട് ഫലമില്ല. ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അജ്ഞൻ അവന്റെ തലത്തിൽ തന്നെ നിൽക്കുമ്പോൾ അവനിത് അലീകമാണ്, ശൂന്യമാണ്. ഇങ്ങനെ ഒന്നില്ല എന്ന് ധരിക്കാനേ അവന്റെ യുക്തിയും അവന്റെ അനുഭവവും അവനെ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ടത് അജ്ഞന്റെ തലം വേറെ. ഇവിടെ പറയുന്നതെല്ലാം എന്താണ്? യോഗിയുടെ തലമാണ്, യോഗിയുടെ പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ യോഗിയുടെ അനുഭൂതിയാണ്, യോഗിയുടെ അപരോക്ഷമായ അനുഭവമാണ്. ആ യോഗിയുടെ അപരോക്ഷമായ ആ തലത്തെ അതിന്റെ സമീപത്തിലൊന്നും നിൽക്കാൻ കഴിയാത്ത ഒരു അജ്ഞനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു അജ്ഞനെ വിശ്വാസത്തിലെടുക്കുന്നത്? അത് ആചാര്യനും സാധ്യമല്ല, ശ്രുതിക്കും സാധ്യമല്ല. ആണ് പറയുന്നത് യോഗി പ്രത്യക്ഷം ഏവ എന്ന് പറഞ്ഞാൽ അജ്ഞന ഒരിക്കലും ഈ പറയുന്ന നിരതിശയമായ സുഖത്തെ ബോധ്യപ്പെടില്ല എന്നർത്ഥം. വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, അന്ധമായി വിശ്വസിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്. ആ വിശ്വാസം ഒരിക്കലും സ്വാനുഭവമല്ല, വിശ്വാസത്തിൻ്റെതായ കേവലമായ അനുഭവം ഉണ്ടായേക്കാം. പക്ഷേ വസ്തുനിഷ്ഠമായ അനുഭവം വിശ്വാസത്തിലില്ല. അതുകൊണ്ട് പറയുന്നു, എനിക്കതറിയാൻ കഴിയുന്നില്ല, എനിക്കിത് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല. ഇത് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഇതിനെ അന്വേഷിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഈ മാർഗത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെ ബോധ്യപ്പെടുക എന്ന വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. അജ്ഞനിത് ബോധ്യപ്പെടത്തില്ല. ഇത് അജ്ഞന് വെളിപ്പെടുന്ന ഒന്നല്ല, മറിച്ച് ഇവിടെ പറയുന്ന സമാധിസ്ഥിതനായ യോഗിക്ക് മാത്രം അനുഭവസിദ്ധമായൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൽ വിശ്വസിച്ച് വേണമെങ്കിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ജിജ്ഞാസയോടുകൂടി ഒരാൾക്ക് മുന്നോട്ട് പോകാം. ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അവിടെ സംശയം വരാം. ഇത് നടക്കുമോ നടക്കാതിരിക്കുമോ, സത്യമാണോ അസത്യമാണോ, പ്രാപ്യമാണോ അപ്രാപ്യമാണോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ വരാം. എന്നാലും അയാൾ ജിജ്ഞാസ ഉണ്ടാവും, ഇതിനെ കണ്ടെത്തണം. അങ്ങനെയുള്ള ജിജ്ഞാസയോടുകൂടിയ ഒരു അജ്ഞന് ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാം. അല്ലാതെ ഇതിനെ പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ട് പോവുക, അത് അജ്ഞന്റെ നിലയിൽ സാധ്യമേ അല്ല. യോഗിക്ക് മാത്രം അനുഭവസിദ്ധമായൊരു കാര്യമാണിത്. പറയുന്നു തദ് യോഗി പ്രത്യക്ഷമേവ ന ജാതം ഇത്യജം യഥാ വിഷയം. ഇവിടെ എന്തുകൊണ്ട് പറയുന്നു? ഈ അജ്ഞന്റെ മനസ്സിലൂടെ അവൻ അനുഭവിക്കുന്ന സർവ്വതും വിഷയമാണ്. വിഷയത്തെ അവൻ വിഷയമാക്കുകയാണ്, ജാതമായതിനെ വിഷയമാക്കുകയാണ്, ജന്യമായതിനെ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കുന്ന ഇവന് അജന്യമായ ഒന്നിനെ, അജമായ ഒന്നിനെ എങ്ങനെ അറിയാൻ കഴിയും? വിഷയശൂന്യമായ ഒരവസ്ഥയെ അവനെങ്ങനെ പ്രാപിക്കാൻ കഴിയും? അത് അസാധ്യമാണ്. അതുകൊണ്ടിവിടെ ശാസ്ത്രത്തിന്റെ ഉപയോഗം പലരും ചോദിക്കും, എന്താണ് അജ്ഞന് ഇത് ബോധ്യപ്പെടുന്നില്ല,
വിജ്ഞാനത്തിന്റെ ആവശ്യവുമില്ല. പിന്നെ ഈ ശാസ്ത്രം എന്തിന്? അതുകൊണ്ടെന്താ പ്രയോജനം? അജ്ഞനെ ബോധ്യപ്പെടുത്താൻ ശാസ്ത്രത്തിനോട്ടാകുന്നില്ലെങ്കിൽ പിന്നെ അജ്ഞനോടത് പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധ്യപ്പെട്ടവന് പിന്നെ ഇതിന്റെ ആവശ്യമുണ്ട്? ഇതിന്റെ ആവശ്യവുമില്ല. എന്നാലും ഇതിനെ ചർച്ച ചെയ്യുന്നു. നിരന്തരമായ ചർച്ച ഇതിനെ സംബന്ധിച്ച് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ അജ്ഞനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. ശാസ്ത്രം അവനെ ശാസ്ത്രത്തിൻ്റെതായ വഴിയിലൂടെ പരമാർത്ഥത്തിലെത്തിക്കുന്നുണ്ട്. മറിച്ച് അവന് പരമാർത്ഥത്തിലെത്തിക്കുന്നത് ശാസ്ത്രത്തെ പരിത്യജിച്ചിട്ടാണ്, ശാസ്ത്രത്തിന്റെ ത്യാഗത്തിലൂടെയാണ്. അത് ബോധിപ്പിക്കുന്നത് ശാസ്ത്രം തന്നെ. ശാസ്ത്രം തന്നെ അത് ബോധിപ്പിക്കുന്നു. ഇതിനെ ത്യജിച്ചിട്ട് പരമാർത്ഥത്തെ ഭജിക്കുക എന്നാണ് ബോധിപ്പിക്കുന്നത്. അജ്ഞനോട് അത്രയും ബോധിപ്പിക്കാൻ, പക്ഷെ അതിനും ശാസ്ത്രത്തിന്റെ സഹായം കൂടിയേ തീരും. അതാണ് ശാസ്ത്രത്യാഗത്തിന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്. അജേന അനുത്പന്നേന ജ്ഞേന അവ്യതിരിക്തം സസ്വേന സർവജ്ഞരൂപേണ സർവജ്ഞം ബ്രഹ്മൈവ സുഖം പരിചക്ഷതേ. അജേന അനുത്പന്നേന ജ്ഞേയേന. ഇവിടെ എന്താണ് ഈ ജീവൻ അറിയുന്നത്? അവന് വെളിപ്പെട്ടിരിക്കുന്ന എന്താണ്? ഈ പരമാർത്ഥ സത്യമല്ല, പിന്നെയോ അവന് ജ്ഞേയമായിരിക്കുന്ന ജീവന്മാരെ തന്നെ. ഒരു ജീവൻ മറ്റൊരു ജീവനെ അറിയുന്നു, അതറിയുന്നുണ്ട്. പരമാർത്ഥ ഭാവത്തിലല്ല, ജീവഭാവത്തിൽ. എങ്ങനെ? ഞാനെന്നും നീയെന്നും അറിയുന്നു. ഞാനെന്നറിയുന്നത് ജീവനെയാണ്, ജീവഭാവത്തെയാണ്. നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്ത് യുഷ്മദ് അസ്മത് പ്രത്യേക ഗോചരയോഹോ, ഞാനെന്നും നീയെന്നുള്ള അനുഭവം വിഷയമായിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണോ? ഞാനെന്നും നീയെന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവങ്ങളോട് അവ്യതിരിക്തമായിരിക്കുന്ന തത്വം, ആ ജീവഭാവങ്ങൾക്കൊന്നും വേർപിരിഞ്ഞ് മാറി നിൽക്കാൻ കഴിയാത്തതായ പരമാർത്ഥ സത്യം, അത് അജമാണ്. ജീവനാണെങ്കിലോ അത് അജനല്ല, ജനിക്കുന്നവനാണ്. പറയുന്നു അജേന അനുത്പന്നേന, അനുത്പന്നനായിരിക്കുന്നവൻ, ജനനമരങ്ങളില്ലാതിരിക്കുന്നവൻ, അവനെന്താണ്? ജ്ഞേയേന അവ്യതിരിക്തം, ജ്ഞേയമായിരിക്കുന്ന ഈ ജീവഭാവങ്ങളിൽ നിന്നെല്ലാം, ഈ ജീവഭാവങ്ങളോടെല്ലാം അഭിന്നമായിരിക്കുന്നു, അവ്യതിരിക്തമായിരിക്കുന്നു. ഈ ജീവൻ ഇവിടെ പരമാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ആ ജീവൻ ഒരിക്കലും സ്വസ്വരൂപത്തിൽ നിന്നും വ്യതിചലിക്കാൻ കഴിഞ്ഞിട്ടേ ഒരു വസ്തുവിനും അതിന്റെ സ്വരൂപത്തിൽ നിന്നും മാറാൻ കഴിയില്ല. ഒരു വസ്തുവിനും അതിന്റെ സ്വഭാവത്തെ പരിത്യജിക്കാൻ സാധ്യമല്ല. ജീവന്റെ സ്വരൂപം, ജീവന്റെ സ്വഭാവം തന്നെയാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തിൽ നിന്ന് ജീവൻ ഒരിക്കലും വേർപെടാൻ കഴിഞ്ഞിട്ടില്ല. അത് വേർപെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ ജീവഭാവം തന്നെ ഇല്ലാതായിത്തീരുന്നു. അവൻ പരമാർത്ഥ വസ്തുവായി സ്ഥിതി ചെയ്യുന്നു. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ജ്ഞേയേന അവ്യതിരിക്തം. അങ്ങനെ ആ പരമാർത്ഥ അവസ്ഥയിൽ എന്താണ്? പരമാർത്ഥം, വ്യാവഹാരികം, പ്രാതിഭാസികം, നിർവ്വാണം, സംസാരം, ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. സസ്വേന സർവജ്ഞരൂപേണ സർവജ്ഞം, അവൻ സർവജ്ഞനാണ് എന്ന് പറയുന്നു. സർവജ്ഞൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവിനേക്കാൾ വലിയ അറിവുള്ള ഒരാളെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നു. നമ്മൾ സർവജ്ഞൻ എന്ന് പറയുന്ന ആരെയാണ്? നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്ന ആളിനെ. നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിഞ്ഞതുകൊണ്ട് ഒരാൾ സർവജ്ഞനാകുന്നില്ല. കാരണം നമ്മൾ അറിയുന്നതിനേക്കാൾ ഒരാൾ കൂടുതൽ അറിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അറിയുന്ന മറ്റൊരാളുണ്ടാവാം. അപ്പോൾ അതിലാരാകും സർവജ്ഞൻ? അപ്പോൾ സർവജ്ഞനെന്ന് നമുക്കൊരു ജീവനെയും പറയാൻ കഴിയാതെ വരും. കാരണം സർവജ്ഞതയും സാപേക്ഷികമാണ്. ഒരാൾക്ക് എന്തെങ്കിലും വിശിഷ്ടമായ കഴിവുകളുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് സർവജ്ഞനെന്ന് പറയാം. പക്ഷെ ഇവിടെ സർവജ്ഞനെന്ന് പറയുന്നത് അങ്ങനെയല്ല. സത്സ്വന, സത്സ്വരൂപത്തിൽ
നിൽക്കുന്നവനാണ് സർവജ്ഞൻ. ആത്മസാക്ഷാത്കാരം നേടിയവനാണ് സർവജ്ഞൻ. എന്തുകൊണ്ട് അവനെ സർവജ്ഞൻ എന്ന് വിളിക്കുന്നു? ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിനെയും അതിന്റെ വിശേഷങ്ങളോടുകൂടി മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അവൻ സത്സ്വരൂപനായിരിക്കുന്നു, അവൻ പരമാർത്ഥ സ്വരൂപനായിരിക്കുന്നു, അവൻ മുക്തിപദത്തെ പ്രാപിച്ചിരിക്കുന്നു, സർവത്തെയും അവൻ താനായി അറിയുന്നു, അല്ലെങ്കിൽ സത്തായി ചിത്തായി ആനന്ദമായി അറിയുന്നു. അതുകൊണ്ട് അവൻ സർവജ്ഞനാണ്. അതെന്താണ്? ബ്രഹ്മൈവ, അത് ആ പരമാർത്ഥ വസ്തു തന്നെയാണ്. അപ്പോൾ ആ പരമാർത്ഥ വസ്തുവാണ് ഗുരു, പരമാർത്ഥ വസ്തുവാണ് ബ്രഹ്മം. ആ പരമാർത്ഥ വസ്തുവിനെയാണ് സർവജ്ഞൻ എന്ന് പറയുന്നത്. സർവസ്വരൂപത്തിൽ അവൻ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്, സർവാത്മാവായിരുന്നു കൊണ്ട് അവൻ സർവത്തെയും ഗ്രഹിക്കുന്നതുകൊണ്ട് അത് സുഖമാണ്. അതിനാനന്ദമെന്ന് പറയുന്നു. പരിചക്ഷതേ കഥയന്തി ബ്രഹ്മവിദ, ബ്രഹ്മവിത്തുകൾ അതിനെ സുഖസ്വരൂപമായി ആനന്ദസ്വരൂപമായി പറയുന്നു. എന്തുകൊണ്ട് ബ്രഹ്മവിത്തുകൾ അങ്ങനെ പറയുന്നു? അവർ അവിടെ പറഞ്ഞ നിരതിശയമായ ഉത്തമമായ ആനന്ദത്തെ ആനന്ദാനുഭൂതിയിലാണ് ഇരിക്കുന്നത്. ആ നിരതിശയമായ ആനന്ദാനുഭൂതിയിലിരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നു ഇത് ആനന്ദസ്വരൂപമാണ്. അത് ലൗകിക ആനന്ദമല്ല, വിഷയാനന്ദമല്ല, വിഷയാനന്ദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദവുമല്ല, നിരതിശയമായ ആനന്ദമാണ് എന്ന് പറയുന്നു. നിരതിശയമായ ആനന്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ആനന്ദത്തെക്കുറിച്ചുള്ള ഭാവന ഉൾക്കൊള്ളുന്ന ഒരു വിഷയമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് അജ്ഞനെ പ്രത്യക്ഷമാക്കാൻ സാധ്യമല്ല, ഇത് അജ്ഞനെ ബോധ്യപ്പെടുത്താനും സാധ്യമല്ല. ഏതെങ്കിലും തരത്തിലൂടെ യുക്തിയിലൂടെയോ പ്രമാണങ്ങളിലൂടെയോ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. യോഗിയുടെ കേവലമായ അനുഭവത്തെ എങ്ങനെ അജ്ഞന പ്രമാണങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ സാധ്യമാകും? അത് സാധ്യമല്ല. അത് പരമാർത്ഥ സുഖമാണ് എന്നിവിടെ പറയുന്നു. സ്വസ്ഥം ശാന്തം സനിർവാണം അകഥ്യം സുഖമുത്തമം അജം അജേന ജ്ഞേയേന സർവജ്ഞം പരിചക്ഷതേ ന കശ്ചിത് ജായതേ ജീവ സംഭവോസ്യ ന വിദ്യതേ ഏതത്തത് ഉത്തമം സത്യം യത്ര കിഞ്ചിത് ന ജായതേ സർവോപ്യം മനോനിഗ്രഹാദി മൃല്ലോഹാദിവ സൃഷ്ടിരുപാസന ച ഉക്ത. പരമാർത്ഥ സ്വരൂപ പ്രതിപത്യുപായത്വേന ന പരമാർത്ഥ സത്യ ഇതി. സർവോപ്യം മനോനിഗ്രഹാദി, ഇവിടെ പറഞ്ഞ ഉപായങ്ങൾ മുമ്പ് വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഉപായങ്ങളൊന്നും സത്യമല്ല. എന്നാൽ ഇതിന്റെ വ്യാവഹാരികമായ നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കുന്ന, നമ്മുടെ പ്രവൃത്തിയിൽ നിലനിൽക്കുന്ന ഒരു സത്യത്വം ഇതിനുണ്ട് താനും. ഉപായങ്ങളൊന്നും പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ല പരമാർത്ഥം. ആർജിക്കുന്നതൊന്നും പരമാർത്ഥമല്ല, ആർജിക്കുന്നതിന് ഉപായങ്ങളും പരമാർത്ഥമല്ല. ഇതുകൊണ്ട് ഇവിടെ സൃഷ്ടി സത്യമാണെന്ന് ബോധിക്കരുത്, ഉപാസനകൾ സത്യമാണെന്ന് കരുതരുത്. ഇതെല്ലാം ആ പരമാർത്ഥ സത്യത്തിൽ, തുര്യനിൽ ആരോപിതമായി മാത്രം നിലനിൽക്കുന്നതാണ്. നിഷ്പന്ദമായിരിക്കുന്ന തുര്യന്റെ കേവല സ്പന്ദനങ്ങൾ മാത്രമാണ്
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്നതും നമ്മുടെ ബുദ്ധിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും സർവ്വതും ഇതിന്റെ പ്രയോജനം എന്താണിത്? പരമാർത്ഥമല്ലെങ്കിൽ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് ഇത് സഹായിക്കും. തുര്യനിൽ പറഞ്ഞു എന്താണ്? ഈ ചിന്തകൾക്ക് സ്ഥാനമൊന്നുമില്ല. എന്നാലും ഈ ചിന്തകളെ ആശ്രയിക്കുന്നത് ആ തുര്യാധിഗമത്തിന്. അത് ഫലപ്രദമാണോ? ആണെന്നാണ് പറയുന്നത്. തുര്യൻ വാസ്തവത്തിൽ ചിന്താരഹിതനാണെങ്കിലും ഈ ചിന്തകൾ ഒരുവനെ തുര്യനിൽ പ്രതിഷ്ഠിതനാക്കുന്നു. അതെങ്ങനെ സാധിക്കും? ഈ ചിന്തകൾ സ്വയം അതിനെ തന്നെ നിരാകരിച്ചുകൊണ്ട്, അതിനെ തന്നെ നിഷേധിച്ചുകൊണ്ട്, നിഷേധിച്ചാൽ ശേഷിക്കുന്നതെന്തോ ആ തരത്തിൽ അവനെ തുര്യ പ്രതിഷ്ഠിതനാക്കുന്നു. അതാണ് ഇതിന് ഉപായം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇത് ഒന്നും സത്യമല്ല. സമാധിയെക്കുറിച്ചെല്ലാം ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. വേദാന്തത്തിനും യോഗത്തിനും എല്ലാം വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് സമാധി പരമാർത്ഥമാണെന്ന് ധരിക്കരുത്. അതൊരു ഉപായം തന്നെയാണ്. ഉപായമായതുകൊണ്ട് തന്നെ അത് പരമാർത്ഥമല്ല. പരമാർത്ഥ സത്യം തുന കശ്ചിജായതേ ജീവ കർത്ത ഭോക്താചന ഉത്പദ്യതേ കേനചിത് അഭിപ്രകാരേണ. പരമാർത്ഥ സത്യം എന്താണ്? അത് ഉപായങ്ങളൊന്നുമല്ല. ഈ ജീവൻ ജനിക്കുകയും മരിക്കുകയും കർത്താവായിരിക്കുകയും ഭോക്താവായിരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ ഉപായങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതൊന്നും അല്ലെങ്കിലോ അത് അജനാണ്. അപ്പോൾ അജമായ അവസ്ഥയാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജീവന്റെ ആ അജഭാവത്തെ, ജന്മരഹിതമായ ഭാവത്തെ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് എന്താണ്? അത് ആനുഭൂതികമാണ്. ആ ബോധ്യപ്പെടൽ ശാബ്ദികമല്ല, മനോമയവുമല്ല. ശാബ്ദികമെന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിപ്പിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നു. മനോമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പനകളിലൂടെ നമ്മൾ ധരിക്കുന്നത്. ഇത് രണ്ടുമല്ല. ഇത് രണ്ടും അല്ലാത്ത ഒന്നാണ്. അത് കേവല പ്രകാശരൂപത്തിൽ, കേവല ജ്ഞാനരൂപത്തിൽ സ്വയം സ്ഥിതി ചെയ്യുന്നതാണ്. അതിനാണ് അനുഭൂതി എന്ന് പറയുന്നത്. അധഃ സ്വഭാവത്തോ അജസ്യ, അത് സ്വഭാവേന അജമാണ്. ആത്മേകസ്യ ആത്മനഃ സംഭവകാരണന വിദ്യതേ നാസ്തി. ഇത് ഏകനായ ആത്മാവാണ്, ഇത് അജനാണ്. ഇതിന് ജനനമില്ല എന്നുകൊണ്ട് പറഞ്ഞ് ഇതിന് മറ്റൊരു കാരണമില്ലാത്തതുകൊണ്ട് ഇവിടെ കാര്യകാരണ രൂപത്തിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. മനസ്സും അതിന്റെ പ്രവൃത്തികളും അനുഭവപ്പെടുന്നത് കാര്യകാരണ രൂപത്തിലാണ്. ചിന്തകൾ അനുഭവപ്പെടുന്നത് കാര്യകാരണ രൂപത്തിലാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് കാര്യകാരണ രൂപത്തിലാണ്. ഭൗതികമായ സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾ, നാശങ്ങൾ സംഭവിക്കുന്നതും കാര്യകാരണ രൂപത്തിലാണ്. പക്ഷെ ഇവിടെ തുര്യൻ എന്താണ്? കാര്യകാരണങ്ങൾക്ക് അപ്പുറസ്ഥിതി. അത് ഒന്നിന്റെയും കാര്യവുമല്ല, അതൊന്നിനും കാരണവുമല്ല എന്ന് പറഞ്ഞാൽ ഈ കാര്യകാരണ പരമ്പരയെ നമ്മൾ അന്വേഷിച്ചു പോയാൽ ഇതിനെന്താണ് കാരണം, ഈ സ്ഥൂലത്തിനെന്താണ് കാരണം, സൂക്ഷ്മത്തിനെന്താണ് കാരണം എന്നിങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണം എവിടെയാണോ അവസാനിപ്പിക്കേണ്ടി വരുന്നത് അതിനപ്പുറമാണ് തിരികെ നിൽക്കുന്നത് എന്നർത്ഥം. അപ്പോൾ കാര്യകാരണത്തിലൂടെ ഇതിനറിയാൻ കഴിയത്തില്ല. സ്വഭാവതു അജസ്യ, അതിന് കാരണം ന വിദ്യതേ നാസ്തി, കാരണമില്ല. യസ്മാൻ ന വിദ്യതേ അസ്യ കാരണം തസ്മാൻ ന കശ്ചിത് ജായതേ ജീവ ഇത്യേതത്. പരമാർത്ഥത്തിൽ എന്താണ്? പരമാർത്ഥം എന്ന് പറയുമ്പോൾ അജ്ഞന് ബോധ്യമാകുന്ന പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമാണെന്ന് അജ്ഞനോട് പറഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യും. അതെങ്ങനെ പരമാർത്ഥമാവും? എന്തുകൊണ്ട്? അതെന്റെ അനുഭവത്തിന് യുക്തിക്ക് നിരക്കാത്തതാണ്. അജ്ഞന്റെ അനുഭവത്തിന് യുക്തിക്ക് നിരക്കുന്ന ഒന്നിനെ നമുക്ക് പരമാർത്ഥം എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് അന്ധത എന്നേ പറയാൻ പറ്റും.
കാരണം അജ്ഞന്റെ അനുഭവത്തിന് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തെയല്ല ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അജ്ഞനോട് തന്നെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നിന്റെ അജ്ഞതയെ നിരാകരിച്ചിട്ട് പിന്നീട് ശേഷിക്കുന്ന ഒന്നെന്താണ്? അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ എന്താണ് അവന് മനസ്സിലാകുന്നത്? താൻ തന്റെ അജ്ഞത കൊണ്ട്, അവിദ്യ കൊണ്ട് ജനിച്ചു, പിന്നീട് ആ ജന്മത്തിൽ അനേക ജന്മങ്ങൾ കഴിഞ്ഞു, അനേക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, തന്റെ തന്നെ സാത്വികത കൊണ്ട് തനിക്ക് വിവേകമുണ്ടായി, ആ വിവേകം കൊണ്ട് താൻ ആത്മതത്വത്തെ പ്രാപിച്ചു, ആത്മസ്വരൂപനായി മാറി. ഇത്തരത്തിലുള്ള അജ്ഞന്റെ ഭാവനകൾ, ഇതിനാണ് ഇവിടെ ആത്യന്തികമായി നിഷേധിക്കുന്നത്. ജനിച്ചിട്ടില്ല, ജനിച്ചതുകൊണ്ട് പിന്നീട് അവൻ സംസാരത്തിൽ വന്നില്ല, സംസാരത്തിൽ വന്നതുകൊണ്ട് പിന്നീട് അവൻ മോക്ഷത്തിനുള്ള മാർഗങ്ങളെ തേടിയില്ല, അങ്ങനെ മോക്ഷമാർഗത്തിലൂടെ അവൻ പരിശ്രമിച്ച അവസാനം മുക്തിയെ പ്രാപിച്ചില്ല. ഇതൊക്കെയാണ് പരമാർത്ഥം എന്ന് അജ്ഞനെ ബോധിപ്പിക്കുകയാണ്. അത് അജ്ഞനെ ബോധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അജ്ഞനെ ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ആദ്യം തന്റെ അജ്ഞതയെ നിരാകരിക്കണം. തന്റെ അജ്ഞതയെ നിരാകരിച്ചിട്ട് തന്റെ സത്യസ്വരൂപം ഇന്നതാണ് എന്നവൻ അംഗീകരിക്കണം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും എന്താണ് തന്റെ യുക്തിക്കും തന്റെ അനുഭവത്തിനും എല്ലാം അപ്പുറമായ പരമാർത്ഥ സത്യം. അതിനെയാണ് ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്നത്. അവിടെ തനിക്ക് ജനന മരണങ്ങളില്ല, മുമ്പ് പറഞ്ഞതുപോലെ തനിക്ക് ബന്ധമോക്ഷങ്ങളുമില്ല എന്നാണ്. പൂർവേഷു ഉപായത്വേന ഉക്താനാം സത്യാനാം ഏതദുത്തമ സത്യം. മുമ്പ് പല മാർഗങ്ങളെയും നിർദ്ദേശിച്ചു. അത് സത്യത്തിന്റെ പ്രതിപത്തിക്ക് ഉപായങ്ങളാണ്. അതുകൊണ്ട് നമുക്കതിനെ സത്യമെന്ന് പറയാം. എന്ത് മാർഗങ്ങളെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്? ആധ്യാത്മിക ശാസ്ത്രത്തിൽ, വേദത്തിൽ, കർമ്മകാണ്ഡം തുടങ്ങി സർവ്വതും. വേദത്തിലെ കർമ്മകാണ്ഡത്തെയും സത്യത്തിനെ പ്രാപിക്കുന്നതിനുള്ള ഉപായമായി ഒരാൾക്ക് സ്വീകരിക്കാം. മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അതെല്ലാം സത്യപ്രാപ്തിക്കുള്ള ഉപായങ്ങളായി സ്വീകരിക്കാം. അതിന് ഉപായങ്ങളായി സ്വീകരിക്കുകയാണെങ്കിൽ അതെല്ലാം സത്യം തന്നെ. അതാണ് ഉക്താനാം സത്യാനാം എന്ന് പറഞ്ഞത്. സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ അത് ഉപകരിക്കുമെങ്കിൽ അത് നമുക്കതിന് സത്യമെന്ന് പറയാം. പക്ഷെ എന്നിരിക്കലും അതൊന്നും പരമാർത്ഥ സത്യമല്ല. സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുന്നുകൊണ്ട് തന്നെ നമ്മൾ സത്യമെന്ന് പറയുന്നേ ഉള്ളൂ. ഉത്തമ സത്യം എന്നാൽ ഉത്തമമായ സത്യം ഒന്നുണ്ട്. ഇതിനെല്ലാം നിരാകരിച്ചിട്ട് ശേഷിക്കുന്ന സത്യം, തുര്യനായ സത്യം. യസ്മിൻ സത്യസ്വരൂപേ ബ്രഹ്മണി അണുമാത്രമോപി കിഞ്ചന ജായതേ. ആ പരമാർത്ഥമായ സത്യസ്വരൂപത്തിൽ യാതൊരു വികല്പങ്ങൾക്കും അവകാശമില്ല. ഒന്നും അവിടെ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൽപ്പനകൾക്കും അവിടെ നിലനിൽപ്പില്ല. ജനന മരണങ്ങളെല്ലാം കൽപ്പനകളാണ്, ജീവന്റെ കൽപ്പനകളാണ്. ഗാഠനിദ്രയിൽ അവിടെ കൽപ്പനകളില്ല, ജനന മരണങ്ങളുമില്ല, ബന്ധമോക്ഷങ്ങളുമില്ല. അപ്പൊ കൽപ്പനയും നിലനിൽക്കുന്നതാണ് ഇതെല്ലാം, ബന്ധമോക്ഷങ്ങളെല്ലാം. ആ കൽപ്പനയെ നിരാകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അണുമാത്രമപി, അണുമാത്രം പോലും പിന്നെ കൽപ്പനയ്ക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ജനന മരണങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല. ഇവിടെ സത്യസ്വരൂപേ, അങ്ങനെ ഒരു സത്യസ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെ തന്റെ അജ്ഞതയെ നിഷേധിച്ചുകൊണ്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അജ്ഞൻ തന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അജ്ഞന്റെ അനുഭവത്തിൽ വരില്ലായിരിക്കും, പക്ഷേ അജ്ഞൻ അതിനെ അംഗീകരിക്കാം. അജ്ഞനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ് യസ്മിൻ സത്യസ്വരൂപേ ബ്രഹ്മണ്യാണ് മാത്രമപി കിഞ്ചന ജായത്തെ ഇതി. ന കശ്ചിത് ജായത്തെ ജീവ
സംഭവോസ്യ ന വിദ്യതേ ഏതത്തത് ഉത്തമം സത്യം യത്ര കിഞ്ചിന്ന ജായത്തെ. അടുത്തു വരുന്നത് അലാദശാന്തി പ്രകരണമാണ്. കാരികയിലെ നാലാമത്തതും അവസാനത്തതുമായ പ്രകരണം. ഇവിടെ മുമ്പ് വന്ന പല കാരികകളും അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി ഇവിടെ ആവർത്തിക്കും. മുമ്പ് പറഞ്ഞ വിഷയങ്ങളെ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും ഈ ജ്ഞാതാവ് ജ്ഞാനജ്ഞേയം എന്നുള്ള ഈ അനുഭവതലം, അജ്ഞന്റെ പ്രപഞ്ച അനുഭവതലം, ഈ തലമല്ല പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ്. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് അലാദത്തെ, തീക്കൊള്ളിയെ എടുക്കുന്നത്. വാസ്തവത്തിൽ ഈ തീക്കൊള്ളിയുടെ ഉദാഹരണമെന്ന് പറയുന്നത് ബൗദ്ധാചാര്യന്മാരുടെ ഉദാഹരണമാണ്. അതേ ഉദാഹരണത്തെ തന്നെ അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി, അദ്വൈതം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അജാതവാദം, ജന്മത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത, വ്യാവഹാരികമായി പോലും ജന്മം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന അതാണ് അജാതവാദം. അദ്വൈതത്തിന്റെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായൊരു ചിന്താഗതി. ആജാതവാദത്തിന് അനുകൂലമായ രൂപത്തിൽ ഈ ദൃഷ്ടാന്തത്തിലൂടെ തുര്യനെ വിശദീകരിക്കുകയാണ് ഇവിടെ. അലാദം തീക്കൊള്ളി എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തിലൂടെ ഈ ദൃഷ്ടാന്തത്തെ സ്വീകരിച്ചതുകൊണ്ട് തന്നെ പലരും പറയുന്നതിന് ബൗദ്ധാചാര്യന്മാരോട് കടപ്പാടുണ്ട് എന്ന് പറയുന്നു. കാരണം അവരുടെ ക്ഷണിക വിജ്ഞാനവാദത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ധാരാളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്തത്തിലൂടെ അദ്വൈതത്തെ സമർത്ഥിക്കുന്നു. ആ സമർത്ഥനത്തിന് പോലും വളരെ സാമ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ അവസാനം കാര്യകാരൻ പറയും, ഞാനീ പറയുന്ന കാര്യം ബുദ്ധൻ പറഞ്ഞിട്ടുള്ള അല്ല എന്ന് പറയും. എന്നാൽ ബുദ്ധനെ സ്തുതിക്കുന്നത് പോലെയും ബുദ്ധശബ്ദം ഇതിൽ പല സ്ഥലത്തും വരുന്നുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം ബുദ്ധന്റെ തന്നെ, ബുദ്ധനെന്ന് വെച്ചാൽ ബൗദ്ധാചാര്യന്മാരുടെ തന്നെ ഒരു സിദ്ധാന്തത്തെ, ക്ഷണിക വിജ്ഞാനവാദത്തെ ഒരു പരിഷ്കാരം സ്ഥിരവിജ്ഞാനവാദമാക്കി ആ ചിന്താഗതിയെ പരിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ചിലർ. എന്തായാലും ക്ഷണിക വിജ്ഞാനവാദത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനം ക്ഷണികമാണ് എന്നുള്ള ചിന്താഗതിയോടെ സ്വീകരിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ജ്ഞാനം സ്ഥിരമാണ്, നിത്യമാണ്, ശാശ്വതമാണ് എന്നുള്ള തത്വത്തെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൗദ്ധാചാര്യന്മാരുടെ മതത്തെ അതുപോലെ സ്വീകരിച്ചു എന്ന് പറയാൻ വയ്യ. എന്നാൽ ജ്ഞാനത്തിന്റെ പ്രാധാന്യം അവർ സ്വീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനത്തിൽ നിന്നാണ് സർവവും. അതാണ് ക്ഷണിക വിജ്ഞാനവാദികൾ പറയുന്നത്. ആലയ വിജ്ഞാനം, പ്രവൃത്തി വിജ്ഞാനം എന്ന് രണ്ടു തരത്തിലുള്ള വിജ്ഞാന പ്രവാഹം. ആ വിജ്ഞാന പ്രവാഹമാണ് ഈ ജീവനും പ്രപഞ്ചവും എന്നാണ് അവരുടെ പക്ഷം. ഇവിടെയും പറയുന്നു എന്താണ്, സർവവും ജ്ഞാനം തന്നെ, വിജ്ഞാനം തന്നെ. പക്ഷെ അത് ആലയ വിജ്ഞാനവും പ്രവൃത്തി വിജ്ഞാനവുമല്ല, അഖണ്ഡമായ വിജ്ഞാനം, തുരീയ രൂപത്തിലുള്ള വിജ്ഞാനം, ആത്മസ്വരൂപമായ വിജ്ഞാനം. ആ വിജ്ഞാനമാണ്, ആ വിജ്ഞാനത്തിന്റെ തന്നെ ബഹിർസ്ഫുരണമാണ് ഈ പ്രപഞ്ചം. അതിനാണ് ചിത്തസ്പന്ദനം, തുര്യന്റെ ചിത്തസ്പന്ദനം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും അതിനോട് താരതമ്യം ചെയ്യാമെന്നുള്ള ഭാഗങ്ങൾ ഇവിടെയും കാണാം. ക്ഷണിക വിജ്ഞാനവാദത്തോട്
ഉപമിക്കാവുന്ന ഭാഗങ്ങൾ ഇവിടെയുമുണ്ട്. അതുകൊണ്ട് ഇതിന് ബൗദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദത്തോട് കടപ്പാടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് അതല്ല, ക്ഷണിക വിജ്ഞാനവാദമല്ല, ഇത് അദ്വൈതം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജ്ഞാനേന ആകാശകൽപ്പേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാ ഭിന്നേന സംബുദ്ധ തം വന്ദേ ദിവദാംബരം. തം വന്ദേ ദ്വിപദാംബരം. ദ്വിപദന്മാരിൽ രണ്ട് കാലുറപ്പിച്ച് ഈ ഭൂമിയിൽ നടക്കുന്നവരിൽ എന്ന് വെച്ചാൽ മനുഷ്യരിൽ വരൻ ശ്രേഷ്ഠനായ തം ആചാര്യനെ വന്ദേ നമിക്കുന്നു എന്നാണ്. അപ്പോ ഇവിടെ പറയുന്നത് ദ്വിപദം, രണ്ടു കാലുള്ളവരെന്ന് പറയുമ്പോൾ മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യനായി ജനിച്ചവരിൽ ശ്രേഷ്ഠൻ ആയിട്ടുള്ള ആരാണ്? ദേവന്മാരല്ല, ഈശ്വരന്മാരല്ല, മനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇവിടെ ഗൗഡപാദാചാര്യന് മുമ്പ് മനുഷ്യരായി ജനിച്ചവരിൽ ശ്രേഷ്ഠനായിരുന്ന ആരാണ്? ഇവിടെ പറയുന്നു അത് അദ്വൈതവാദിയായ ബുദ്ധൻ തന്നെ എന്നാണ്. ബുദ്ധൻ അദ്വൈതവാദി എന്ന് പര്യായവും ശ്രീബുദ്ധനാണ് ഇവിടെ. കാരണം അതിന് മുമ്പ് മറ്റൊരാളെ അങ്ങനെ എടുത്ത് കാണിക്കാനില്ല. ഇവിടെ നാരായണൻ എന്ന് പറയുന്നുണ്ട് ഭാഷ്യക്കാർ. ബുദ്ധൻ എന്ന് പറയാൻ കഴിയത്തില്ല അദ്വൈതിക്ക്. പക്ഷെ നാരായണൻ ദ്വിപദൻ എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടു കാലം കൊണ്ട് ഭൂമിയിൽ നടന്ന ആളല്ല, ദേവനാണ്. ബുദ്ധനെയാണെങ്കിൽ ബുദ്ധൻ അദ്വൈതവാദിയാണോ എന്നുള്ള ചോദ്യം വരും. ബുദ്ധനും അദ്വൈതവാദി എന്ന് പേരുണ്ട്. ബുദ്ധൻ പറഞ്ഞിരിക്കുന്നതിനെയും അദ്വൈതമെന്ന് പറയാം. പക്ഷേ ബുദ്ധന്റെ അനുയായികളായ ആചാര്യന്മാർ വന്നിട്ട് അതിന് നിരവധി ഭാഷ്യങ്ങളുണ്ടാക്കി. അപ്പോൾ അതിന് പല പേരുകളുണ്ട്. യോഗാചാര്യന്മാർ, മാധ്യമികന്മാർ, സൗത്രാന്തികന്മാർ, വൈഭാഷികന്മാരെന്നൊക്കെയുള്ള ഭേദങ്ങൾ ഒരുപാടുണ്ട്. അതിന് ബുദ്ധൻ ഉത്തരവാദിയല്ല എന്ന് പറയുന്നു. എന്തായാലും ഇവിടെ ആചാര്യസ്വാമികൾ ബൗദ്ധാചാര്യന്മാരെ നിഷേധിക്കുന്നുണ്ട്. ആദ്യ നാരായണനാണ് ഇവിടെ പറയുന്ന ആചാര്യൻ എന്ന് പറയുന്നു. ആ നാരായണനെയാണ് സ്തുതിക്കുന്നതെന്ന് പറയുന്നു. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്നത് അദ്വൈതത്തെ തന്നെയാണ്. അദ്വൈതത്തിന്റെ ആചാര്യനെ, ഗൗഡപാദാചാര്യർക്ക് മുമ്പുള്ള ആചാര്യനെ ഇവിടെ സ്മരിക്കുകയാണ്. ഇതിന്റെ ആമുഖമായി വരുന്ന ഭാഷ്യമാണ് ഓങ്കാര നിർണയദ്വാരേണ ആഗമതഃ പ്രതിജ്ഞാതസ്യ അദ്വൈതസ്യ ബാഹ്യവിഷയഭേദ വൈദഗ്ധ്യാച്ച സിദ്ധസ്യ പുനരദ്വൈതേ ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാ നിർദ്ധാരിതസ്യ ഏതത്തതുത്തമം സത്യമിത്യുപസംഹാരകൃതഃ. ആദ്യം മാണ്ഡുക്യകാരിക തുടങ്ങുന്നത് ഓങ്കാര നിർണയത്തിലൂടെയാണ്. ഓമിത്യക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം എന്നാ തുടങ്ങുന്നത്. അതാണിവിടെ പറയുന്നു ഓങ്കാര നിർണയദ്വാരേണ ആഗമതഃ പ്രതിജ്ഞാതസ്യ. ശ്രുതി അത് പ്രതിജ്ഞ ചെയ്തു. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ
പ്രതിജ്ഞ മാത്രം മതി. ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. അതിനാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിന് പിന്നീട് മറ്റ് പ്രമാണങ്ങളുടെയോ യുക്തിയുടെയോ ഒന്നും ആവശ്യം ശ്രുതിയെ സംബന്ധിച്ചില്ല. കാരണം ശ്രുതിയെ സംബന്ധിച്ച് പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തിന് മറ്റ് പ്രമാണങ്ങളുടെ ആവശ്യമില്ല. ഏതുപോലെ ഇപ്പോൾ ഒരാൾ പറയുന്നു ഇത് പകലാണെന്ന് പറഞ്ഞാൽ ആ പകലാണെന്ന് കണ്ണുള്ള ഒരുവനെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രമാണങ്ങളുടെ ആവശ്യമില്ല. എന്നുവെച്ചാൽ മറ്റു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, യുക്തിവിചാരത്തിന്റെ ആവശ്യമില്ല. ഇതിനെ പകലാണെന്ന് ഏതെങ്കിലും യുക്തിയിലൂടെ സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രത്യക്ഷ സിദ്ധമാണ്. അപ്പോൾ ശ്രുതി പ്രത്യക്ഷമായ കാര്യമാണ് അദ്വൈതം. അദ്വൈതത്തിന് പിന്നെ ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല, യുക്തിയുടെ ആവശ്യമില്ല. അതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അത് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, വെളിപ്പെടുത്തിയാൽ അത് തന്നെയാണ് പരമാർത്ഥം. വാസ്തവത്തിൽ അദ്വൈതം അങ്ങനെയുള്ളതാണ്. അദ്വൈതത്തിന് പ്രമാണത്തിന്റെ ആവശ്യമില്ല, യുക്തിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വയം വെളിപ്പെടുന്നതും സ്വയം പ്രതിഷ്ഠിതമായതുമായ ഒന്നാണ്, സ്വയം പ്രമാണിതമായ ഒന്നാണത്. അതിന് മറ്റു പ്രമാണങ്ങളുടെ ആവശ്യമില്ല. പിന്നെ പ്രമാണം അന്വേഷിക്കുന്നതോ യുക്തി അന്വേഷിക്കുന്നതോ അതൊന്നും അദ്വൈതത്തിനല്ല, അവനവന്റെ അറിവിന് വേണ്ടിയിട്ടാണ്. അദ്വൈതത്തെ സംബന്ധിച്ച് താൻ എന്താണോ അറിഞ്ഞത് ആ തന്റെ അറിവിനെ ബലപ്പെടുത്തുന്നതിന് തനിക്ക് യുക്തി ആവശ്യമുണ്ട്. അത് അദ്വൈതത്തിനല്ല. തന്റെ അറിവിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി തനിക്ക് പ്രമാണങ്ങളുടെ ആവശ്യം വരും. അദ്വൈതത്തിന് അതിന്റെ ആവശ്യമില്ല, സ്വതസിദ്ധമാണ്. ശ്രുതി പ്രതിജ്ഞ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ശ്രുതി വാക്യങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തിയതാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളിലൂടെ അത് വെളിപ്പെടുത്തിയതാണ്. അത് ശ്രോതാവിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഓങ്കാര നിർണയം, ഓങ്കാരത്തെ ഒരു ഉപായമായി നിർദ്ദേശിച്ചു. അങ്ങനെയുള്ളതാണ് അദ്വൈതം. അദ്വൈതത്തിന് മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ. ബാഹ്യവിഷയഭേദ വൈദത്യാച്ച്, അദ്വൈതത്തെ ബോധ്യപ്പെടുകയും അദ്വൈതം സത്യമാണെന്ന് കരുതുകയും ചെയ്യുക സാധ്യമല്ല. അവിടെ എന്ത് ബോധ്യപ്പെടും? ബാഹ്യവിഷയഭേദ വൈദഗ്ധ്യം. ബാഹ്യവിഷയങ്ങളെല്ലാം വിദഗ്ധമാണ്, പരമാർത്ഥമല്ല. രണ്ടു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. അദ്വൈതം ബോധ്യമാകുന്നതോടുകൂടി പ്രപഞ്ച മിഥ്യാത്വം ബോധ്യമാകും. ഇത് പരമാർത്ഥമല്ല എന്നും ബോധ്യമാകും. അല്ലെങ്കിൽ മറിച്ച് പ്രപഞ്ച മിഥ്യാത്വം ബോധ്യമാകുന്നതോടുകൂടി അദ്വൈതവും ബോധ്യമാകുന്നു. പകരത്തിന് പകരം. പ്രപഞ്ചം മിഥ്യയാകണമെങ്കിൽ അദ്വൈതം സിദ്ധിച്ചേ മതിയാവും. അദ്വൈതം സിദ്ധിക്കണമെങ്കിൽ പ്രപഞ്ചം പരമാർത്ഥമല്ലെന്ന് ബോധിച്ചേ മതിയാവും. അങ്ങനെയുള്ള അദ്വൈതേ ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാ നിർദ്ധാരിതസ്യ, ശ്രുതിയിലൂടെ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ യുക്തിയെ ആശ്രയിക്കുക. യുക്തിയിലൂടെയും ബോധ്യപ്പെടാം. അതാണ് രണ്ടിനെയും പറയുന്നത്. ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാത് നിർദ്ധാരിതസ്യ, സാക്ഷാത് എന്ന് വെച്ചാൽ അനുഭവരൂപത്തിൽ നിർണയിക്കപ്പെട്ടതാണ് അദ്വൈതം. അദ്വൈതം വിദ്വാൻമാരുടെ അനുഭവമാണെന്ന് മുമ്പ് പറഞ്ഞു. വിദ്വത് അനുഭവ സിദ്ധത്വ, അത് അജ്ഞന്റെ അനുഭവമല്ല. അജ്ഞന്റെ യുക്തിയും മറ്റുമാണെങ്കിലും ജ്ഞാനിയുടെ അനുഭവമാണ്. അങ്ങനെയെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഈ അദ്വൈതത്തെ ആചാര്യൻ എങ്ങനെ ഉപസംഹരിച്ചു? ഏതത്തത് ഉത്തമം സത്യം എന്നിങ്ങനെ അതിനെ ഉപസംഹരിച്ചു, അവസാനിപ്പിച്ചു. എന്നുവെച്ചാൽ ആചാര്യൻ ഈ അദ്വൈത സത്യത്തെ നിരുപാധികമായി ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് തന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. അതാണ് ഇതുവരെ സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് നമ്മൾ അദ്വൈതത്തെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അന്തേ തസ്യ ഏതസ്യ ആഗമാർത്ഥസ്യ അദ്വൈത ദർശനസ്യ
പ്രതിപക്ഷഭൂത ദ്വൈതിനോ വൈനാശികാശ്ച തേഷാഞ്ച അന്യോന്യ വിരോധാത് രാഗദ്വേഷാദി ക്ലേശാസ്പദം ദർശനമിതി മിഥ്യാദർശനത്വം സൂചിതം. അവിടെ തന്നെ മുമ്പ് ചർച്ച ചെയ്തവും പറഞ്ഞു എന്താണ് തസ്യ ആഗമാർത്ഥസ്യ. ഇത് ശ്രുതി താല്പര്യമാണ് അദ്വൈതം. ശ്രുതി പരമാവധി വെളിപ്പെടുത്തുന്നത് ഇതിനെയാണ്. ശ്രുതിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, അതെല്ലാം ഗുണമാണ്. കാരണം ശ്രുതി കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട്, അതെല്ലാം മുഖ്യമല്ല, ഗുണമാണ്. പക്ഷെ പരമതാല്പര്യം എന്താണ്? ആഗമാർത്ഥം എന്താണ്? അത് അദ്വൈതമാണ്. അതങ്ങനെയാണെങ്കിലും ശ്രുതി അനാദിയായി ഇതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഇതിനെ ബോധ്യപ്പെടാത്തവരുണ്ട്. അവരാണ് പ്രതിപക്ഷഭൂതാഹ, ശ്രുതിക്ക് തന്നെ ശത്രുക്കളായിരിക്കുന്നവർ, ശ്രുതിയെ തന്നെ എതിർക്കുന്നവർ, ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കാതെ എതിർക്കുന്നവർ, അല്ലെങ്കിൽ ശ്രുതിയുടെ താല്പര്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ. ആരാണ്? ദ്വൈതിനഃ, ദ്വൈതികൾ. വൈനാശികാശ്ച, ശൂന്യവാദികളും മറ്റും ബൗദ്ധാനുയായികൾ. വൈനാശികന്മാരെന്ന് പറയുന്നത് ശൂന്യവാദികളാണ്. തേഷാം അന്യോന്യ വിരോധാത് രാഗദ്വേഷാദി ക്ലേശാസ്പദം ദർശനം. അവർ പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. നൈയായികൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വൈശേഷികം പറയുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി കാണാതന്മാർ പറയുന്നു, അതിൽ നിന്ന് വ്യത്യാസമായി പാതഞ്ജലന്മാർ പറയുന്നു. ഇങ്ങനെ പരസ്പരം വിരുദ്ധമായി പറയുന്നു. അതാണ് അന്യോന്യ വിരോധാത് രാഗദ്വേഷാദി ക്ലേശാസ്പദം. രാഗദ്വേഷാദി ക്ലേശങ്ങൾക്ക് അത് ആസ്പദമായിരിക്കുന്നു. ദ്വൈതത്തിൽ പരസ്പരം നിന്ദിക്കുമ്പോഴാണ് അവിടെ രാഗദ്വേഷങ്ങൾ വരുന്നത്. അദ്വൈതത്തെ വിശദീകരിക്കുന്നിടത്ത് രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തിയില്ല. ഇത് മിഥ്യാദർശനത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം ഒഴികെയുള്ള സർവദർശനങ്ങളും മിഥ്യാദർശനങ്ങളാണ് എന്നാണ് അവിടെ പറയുന്നത്. കാരണം അത് രാഗദ്വേഷങ്ങൾക്ക് ആസ്പദമാണ്. പരസ്പരം അവർ പഴിയായിരുന്നുണ്ട്. നിങ്ങളുടേത് ശരി അല്ല, ഞങ്ങളുടേതാണ് ശരി, ഇങ്ങനെ നിങ്ങളുടേത് ശരിയല്ല എന്ന് പറയുന്നു, തന്റേത് ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം നിഷേധിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ശരിയല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് അതിനാണ് മിഥ്യാദർശനം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ നിഷേധിക്കുമ്പോൾ അയാൾക്ക് തിരിച്ച് നമ്മെ നിഷേധിക്കുന്നതിന് അവകാശമുണ്ട്. അങ്ങനെ പരസ്പരം നിഷേധിക്കുമ്പോൾ ഫലത്തിൽ രണ്ടും നിഷേധിക്കപ്പെടുന്നു. അതുകൊണ്ട് ദ്വൈത ദർശനങ്ങളെല്ലാം പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് സർവവും നിഷേധിക്കപ്പെടുന്നു. എന്നാൽ അദ്വൈതമോ? അദ്വൈതവും മറ്റുള്ളതിനെ നിഷേധിക്കുന്നതായിട്ടാണോ നമ്മൾ കാണുന്നത്? പറയുന്നു അദ്വൈതം സർവത്തെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പം നിഷേധിക്കുന്നതും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, നിഷേധിച്ച് തള്ളാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ അദ്വൈതത്തെക്കുറിച്ച് ധരിക്കരുത്. അദ്വൈതം നമ്മൾ കരുതുന്ന എന്താണ്? അത് കർമ്മത്തിനെതിരാണ്. ഇവിടെ ആ കാര്യം വ്യക്തമാക്കുകയാണ്. അത് ഭക്തിക്കെതിരാണ്, യോഗത്തിനെതിരാണ്, മന്ത്രത്തിനും തന്ത്രത്തിനും എല്ലാം എതിരാണെന്ന് നമ്മൾ കരുതുന്നു. പരമാർത്ഥത്തിൽ അദ്വൈതം ഇതൊന്നിനും എതിരല്ല. പിന്നെ എതിർക്കുന്നതോ ബ്രഹ്മസൂത്രത്തിനും മറ്റും ഖണ്ഡിച്ചതോ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, അതിന് തന്റെ സിദ്ധാന്തത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ അന്തർഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദ്വൈതികൾ കരുതുന്നത് പോലെ അത് അദ്വൈതത്തിനുപരിയാണ്, അത് അദ്വൈതത്തെ നിരാകരിക്കാൻ പറ്റിയതാണ് എന്നൊക്കെയുള്ള ദ്വൈതികളുടെ വിചാരത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അദ്വൈതത്തിന് ദ്വൈതത്തെ നിഷേധിക്കേണ്ട കാര്യമേ ഇല്ല. ദ്വൈതിയുടെ മിഥ്യാബുദ്ധിയെ നിഷേധിക്കുന്നുണ്ട്. ദ്വൈതിക്ക് മിഥ്യാബുദ്ധി കണ്ടുവന്നു. എന്താണ്? സത്യമായ അദ്വൈത ദർശനത്തെ മിഥ്യയാണെന്ന് കണ്ടു. അത് മിഥ്യാബുദ്ധിയാണ്, അതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ദ്വൈതമെല്ലാം എന്താണ്? മിഥ്യാദർശനങ്ങളാണ്. അദ്വൈതം പരമാർത്ഥ ദർശനമാണ്. ക്ലേശനാസ്പദത്വ ആത്മീകത്വ ബുദ്ധിരേവ സമ്യക് ദർശനമിത്തി അദ്വൈത ദർശനം സ്തുയതേ. ഇവിടെ അദ്വൈത ദർശനത്തെ സ്തുതിക്കുകയാണ്, അദ്വൈത ആചാര്യനെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ട്? ഇതിൽ ക്ലേശങ്ങളില്ല, വൈഷമ്യങ്ങളില്ല,
ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ അത് വൈഷമ്യത്തെ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ സ്വരൂപം തന്നെ വൈഷമ്യമാണ്. ദ്വന്ദ്വം ക്ലേശത്തെ ഉണ്ടാക്കുന്നു. അദ്വൈതമോ എല്ലാ ക്ലേശങ്ങളെയും നിരാകരിക്കുന്നു. ചിന്തയിലുള്ള ക്ലേശങ്ങൾ, അനുഷ്ഠാനങ്ങളിലുള്ള ക്ലേശങ്ങൾ, അനുഭവത്തിൽ വരുന്ന ക്ലേശങ്ങൾ, ഇതിനെല്ലാം നിഷേധിക്കുന്നു. ദ്വൈതത്തിന്റെ പിറകെ സഞ്ചരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ചിന്തയ്ക്ക് ക്ലേശങ്ങൾ വരുന്നു. ചിന്തയ്ക്ക് അവസാനം വരുന്നില്ല. ഒന്ന് മറ്റൊന്നിനോട് ഏറ്റുമുട്ടുന്നു, അത് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സാഖ്യം യോഗത്തിനോട് ഏറ്റുമുട്ടുന്നു, യോഗം ന്യായത്തിനോട് ഏറ്റുമുട്ടുന്നു, അത് ക്ലേശമാണ്, ക്ലേശാസ്പദമാണ്. ഇവിടെ അതല്ല, ആത്മീകത്വ ബുദ്ധിയാണ്. സർവത്തിന് ഏകത്വത്തെ കാണുകയാണ്. സർവത്തിൽ ഏകത്വത്തെ കാണുമ്പോൾ എങ്ങനെ അവിടെ ക്ലേശം വരും? വരത്തില്ല, ക്ലേശനാസ്പദമാണ്. അദ്വൈതമായി കാണുമ്പോൾ, സർവത്തെയും താനായി തന്നെ കാണുമ്പോൾ എവിടെ എങ്ങനെ ക്ലേശം വരും? അത് വരത്തില്ല. അതുകൊണ്ട് ഏകത്വ ബുദ്ധിയാണ് സമ്യക് ദർശനം. അദ്വൈത ദർശനം സ്തുയതേ. അതുകൊണ്ട് ഇവിടെ അദ്വൈത ദർശനത്തെ സ്തുതിക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ എന്നുള്ളത്. മുമ്പ് പറഞ്ഞു, ദ്വൈത ദർശനങ്ങൾ പരസ്പരം മല്ലടിച്ചിട്ട് പരസ്പരം നശിപ്പിക്കുകയാണ്. അദ്വൈത ദർശനം ഇങ്ങനെ പരസ്പരം മല്ലടിക്കുന്ന ഈ ദ്വൈതത്തിന്റെ എല്ലാം ആധാരത്തെ കണ്ടെത്തുന്നു. ഏതിൽ നിന്നാണോ നേരത്തെ പറഞ്ഞു വിവദന്തേ പരസ്പരം, ഇവർ പരസ്പരം വിവദിക്കുന്നത് ആ വിവദിക്കുന്ന സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കണം. അതാണ് പരമാർത്ഥം, അല്ല നിങ്ങളുടെ വിവാദമുള്ള പരമാർത്ഥം. അതുകൊണ്ട് അദ്വൈത ദർശനം ക്ലേശാനാസ്പദമാണ്, മറ്റുള്ള സർവ്വതും ക്ലേശാസ്പദമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനേന ആകാശകൽപ്പേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാ ഭിന്നേന സംബുദ്ധ തം വന്ദേ ദിപദാംബരം. ശ്രീ